CPM-നെതിരെയുള്ള ഏത് നീക്കത്തിനും കേന്ദ്ര സർക്കാരിന് തിടുക്കം അല്പം കൂടുതലാണ്. അത് കാലങ്ങളായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എക്സാലോജിക്കിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിലും സർക്കാരിന്റെ ഈ തിടുക്കം കാണാം. എന്നിട്ട് കേസ് എന്തായി എന്ന് ചോദിച്ചാൽ ഒന്നുമായില്ല എന്നും കേന്ദ്ര ഏജൻസികൾക്ക് കോടതിയിൽ നിന്ന് പോലും വിമർശനം മാത്രമാണ് ഫലം. ഇപ്പോൾ എക്സാലോജിക്, അതായത് 2024 ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമായ ഈ എക്സാലോജിക്കിന് എതിരെയുള്ള അന്വേഷണം വീണ്ടും സർക്കാർ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. 8 മാസത്തേക്കാണ് ഒരു അന്വേഷണം, SFIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവുണ്ടായിരുന്നത്. ആ അന്വേഷണം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ആ അന്വേഷണത്തിന് ഉത്തരവായി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അതിന്റെ പ്രാരംഭ ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇന്ന് കൊച്ചിയിലെ കൊച്ചിയിലെ ഓഫീസിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മുൻപേ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന CMRLന്റെ കമ്പനിയിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ എക്സാലോജിക്കിനെതിരെ അഥവാ വീണ വിജയനെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ ആദ്യം തന്നെ ലഭിക്കുന്നത്. ഒരു ഡയറി ലഭിച്ചതും ആ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പണമിടപാടുകളെല്ലാം നടന്നു എന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ സാധിച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കെല്ലാം തന്നെ ഇനിയും നീളാനുള്ള സാധ്യതയുണ്ടോ, ആ ചോദ്യം ചെയ്യലുകൾ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതായത് കേരള സർക്കാരിനെതിരെ തിരിച്ചടിക്കാൻ ലഭിച്ച ആ ഒരു അവസരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിയായ SFIO എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പിടി ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് വന്ന വാർത്ത. കൊച്ചിയിലെ CMRLന്റെ കമ്പനിയിൽ നിലവിൽ പരിശോധന നടക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് SFIO ആണ് ഈ പരിശോധനയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത്. CMRL കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. മകൾക്കെതിരായ SFIO അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിലാണ് നിലവിൽ CPM ഉള്ളത്. അന്വേഷണത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് CPMന്റെ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്ന സാഹചര്യത്തിൽ 2 കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള CPMന്റെ പിന്തുണ. കരാറിൽ ROC ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ അന്വേഷണം SFIO ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു. എക്സാലോജിക് CMRL ഇടപാടിലെ കണ്ടെത്തലുകൾ അടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന ഒറ്റ മറുപടിയാണ് പാർട്ടിക്കുള്ളത്. കേന്ദ്ര ഏജൻസിക്കെതിരായ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കുകയും ചെയ്യും. അതേസമയം തന്നെ വീണയ്ക്കോ KSIDCക്കോ നോട്ടീസ് ലഭിച്ചാൽ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നിയമസഭയിൽ ഒരു ചർച്ചയ്ക്കും സർക്കാർ ഇതുവരെയും ഒരുക്കമായിട്ടില്ല. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. പ്രതിപക്ഷം എക്കാലത്തും സർക്കാരിന് എതിരെ ഉയർത്തുന്ന ഒരു ആയുധം എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ഈ ഒരു വിഷയത്തെ കാണുന്നത്. അഥവാ സർക്കാർ എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ CPM ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സമീപനം മാത്രമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉള്ളത് എന്നുള്ളതാണ്. ഇതേ സാഹചര്യത്തിൽ പല ആവർത്തി അത് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പല ആവർത്തി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ വിജയൻ, അത് പിണറായി വിജയന്റെ മകൾ എന്നുള്ളൊരു ഐഡന്റിറ്റി അവിടെയുണ്ട്. വീണ വിജയൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ എക്സാലോജിക്കിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത്. എക്സാലോജിക്കിന്റെ പേരിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണം വരുന്നത്. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസികൾ ഇത്ര ശക്തമായി നിലകൊള്ളുന്നത്. എക്സാലോജിക്ക് നിയമസഭയിൽ പോലും ചർച്ചയാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യമായിരുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക് എന്ന് പറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിലൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്, അത് തീർത്തും സ്വാഭാവികവുമാണ്. പക്ഷെ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാണ് MV ഗോവിന്ദൻ ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിന് MV ഗോവിന്ദന്റെ കയ്യിൽ ഒരുപാട് കണക്കുകളുമുണ്ട്. കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപേ തുടങ്ങിയതാണ് കേരള സർക്കാരിന് എതിരെയുള്ള, അതായത് CPM ഭരണത്തിൽ വരുന്ന സാഹചര്യത്തിൽ, ഇടതുമുന്നണി ഭരണത്തിൽ വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരിക, ആ വിഷയത്തിന്മേൽ അന്വേഷണം പ്രഖ്യാപിക്കുക, ആ അന്വേഷണം CBIക്ക് വിടുക, ആ അന്വേഷണം കോടതിയിലെത്തിക്കുക തുടങ്ങിയ വലിയ രീതിയിലുള്ള നീക്കുപോക്കുകളെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ഇതാണ് MV ഗോവിന്ദനാണെങ്കിലും അല്ലെങ്കിൽ CPM ആണെങ്കിലും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതിന് പ്രധാന ഉദാഹരണമായി പറയുന്നത് ലാവ്ലിൻ കേസാണ്. മുഖ്യമന്ത്രി, അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്താണ് അന്വേഷണം, ലാവ്ലിൻ കേസിന്മേലുള്ള അന്വേഷണം CBIക്ക് വിടുന്നതും അത് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. എന്നിട്ട് ഇപ്പോൾ ലാവ്ലിൻ കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള വലിയൊരു ചോദ്യം ഇപ്പോഴും മുന്നിൽ തന്നെയുണ്ട്. അതിൽ ഒരു ഉത്തരവുമായിട്ടില്ല. സർക്കാരിന് അതുകൊണ്ട് വീഴ്ത്താനായോ എന്ന ചോദ്യത്തിന് അപ്പോഴും ഇല്ല. സർക്കാർ ഇപ്പോൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്, ഒരുപക്ഷെ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു ഉത്തരമാണുള്ളത്. എന്നാൽ അതിനുശേഷം വീണ്ടും വന്നിരുന്നു സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്ത് വിവാദം എന്ന് പറയുന്നത്. അത് സ്വർണ്ണക്കടത്ത് വിവാദം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ബന്ധപ്പെട്ട ഒരു വിഷയമായി വന്നിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി പോലും അതിൽ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ വരുന്നു. സി രവീന്ദ്രനെയും അതുപോലെ തന്നെ ശിവശങ്കറിനെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ മുഖ്യമന്ത്രിയിലേക്ക് അടുക്കുന്നു. ആ ചോദ്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയിലേക്ക് അടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുങ്ങാൻ പോകുന്നു, മന്ത്രിസഭ തളരാൻ പോകുന്നു, വീഴാൻ പോകുന്നു, താഴെ പോകാൻ പോകുന്നു, തരത്തിലുള്ള വലിയ ആരോപണങ്ങളെല്ലാം തന്നെ വന്നിരുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ അതുകൊണ്ടും എന്തെങ്കിലും ഒരു തളർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി സർക്കാരിന് നൽകാനായിട്ട് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കോ സാധിച്ചു എന്ന് ചോദിച്ചാൽ അവിടെയും ഇല്ല. അവിടെയും കേന്ദ്ര ഏജൻസികൾ വരുന്നുണ്ട്, ED വരുന്നുണ്ട്, ചോദ്യം ചെയ്യലുകൾ നടത്തുന്നുണ്ട്. ശിവശങ്കറിനെ 3-4 ദിവസത്തേക്ക് ചോദ്യം ചെയ്യുന്നുണ്ട്, ഉത്തരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. പക്ഷെ അവിടെയും സർക്കാരിനെതിരെ എന്ന് പറയാൻ അല്ലെങ്കിൽ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒന്നും കണ്ടെത്താനായിട്ട് ഒരു കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ ആ അന്വേഷണ ഏജൻസിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി സ്വപ്ന സുരേഷിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ CPM-ലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവിടെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയുടെ കേസ് വരുന്നത്. ബിനീഷ് കോടിയേരിയുടെ കേസിലും ഇതേപോലെ തന്നെയായിരുന്നു. കേന്ദ്ര അന്വേഷണത്തിന് ഉത്തരവാകുന്നു. കേന്ദ്ര അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ ആ കുറ്റപത്രം കർണാടക ഹൈക്കോടതിയിൽ പോലും സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ വിചാരണയ്ക്ക് പോലും തെളിവില്ല എന്ന് ഹൈക്കോടതിയുടെ വിമർശനം അന്വേഷണ ഏജൻസിക്ക് നേരെ വരികയാണ്. അവിടെയും ആ കേന്ദ്ര ഏജൻസി നാണം കെടുകയാണ്. അതായത് ആ കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്ക് പുറകെ അന്വേഷണം പോകുന്നു. വ്യക്തമായ തെളിവുകൾ കൊടുക്കാനായിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കുന്നില്ല. കൃത്യം വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. ബിനീഷ് കോടിയേരിയാണെങ്കിൽ 1 വർഷത്തിന് മുകളിലാണ് തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇത്തരം ഡാറ്റകൾ പരിശോധിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ വഴി, അതായത് കേന്ദ്ര സർക്കാർ നേരിട്ടല്ല, കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ വഴി സംസ്ഥാന സർക്കാരിന് നേരെ വരുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അന്വേഷണങ്ങളും എല്ലാം തന്നെയാണ്. വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളും വിചാരണ തടവുകളെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം അന്തിമ ഫലം എന്ത് എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അന്തിമ ഫലം ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് അതിന് മറുപടി. അന്തിമ ഫലത്തിൽ എന്നും സർക്കാരിന് അനുകൂലമായ വിധിയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ ഏജൻസിക്ക് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു നിലപാടാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു എക്സാലോജിക് എന്ന് പറയുന്ന വലിയൊരു ബോംബ് എന്നുള്ളത്. ആ ഒരു ബോംബ് ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ മുന്നോട്ട് പോക്ക്. എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എക്സാലോജിക് എന്ന് പറയാത്ത ഒരു ദിവസം പോലും പ്രതിപക്ഷത്തിനില്ല. വീണ വിജയന്റെ പേര് ഉദ്ധരിക്കാത്ത ഒരു ദിവസം പോലും പ്രതിപക്ഷത്തിനില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നു. SFIO പോലുള്ള ഒരു അന്വേഷണ ഏജൻസി പോലും രംഗത്ത് വരുന്ന സാഹചര്യമാണ്. 8 മാസം വലിയൊരു ക്രൂഷ്യൽ പീരീഡാണ് പിണറായി വിജയനും മകൾക്കും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും, എന്തോ സംഭവിക്കാനുണ്ട് എന്നുള്ള പോലെ ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി വാക്കുകൾ ആവർത്തിക്കുകയാണ്. മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള വാക്കുകൾ ആവർത്തിക്കുന്നു. അദ്ദേഹമുള്ള ഒരു പാർട്ടി, അതായത് CPM എന്ന് പറയുന്ന ആ വലിയൊരു പ്രസ്ഥാനം വീണ്ടും ഒരു നിയമപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കത്തിൽ മാത്രം വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഒരു പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പിൻകാലത്തെ അതേ അനുഭവം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത് വെറും രാഷ്ട്രീയ നീക്കം മാത്രമാണ്. സ്വാഭാവികമായും എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഏതാനും ചില കേസുകൾ മാത്രമേ, അല്ലെങ്കിൽ ഏതാനും നിസ്സാരമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമായാണ് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നത്. പക്ഷേ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിപക്ഷത്തിനേക്കാൾ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെ വീഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അതും ഇത്തവണ ഫലം കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും ത്വരിതപ്പെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം ആരംഭിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ കേരളത്തിനെ തിരിച്ചടിക്കാനുള്ള ഒരു നിമിഷം പോലും പാഴാക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എന്താകും ഇനി ഒരു
ഒരു അന്വേഷണം എന്നുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവിടെ എല്ലാം വരുന്നത് എന്ത് തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏപ്രിൽ 16 നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപേ തന്നെ വലിയൊരു ബോംബ് പൊട്ടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ് ഒരു അജണ്ട എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ ഒരു നീക്കത്തിലേക്ക് വലിയൊരു ആഗ്രഹം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട്. ഒരുപക്ഷെ പരോക്ഷമായിട്ടുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ ഒരു ആൾ കത്തിക്കാനുള്ള ഒരു ശ്രമവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. നേരിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായിരിക്കും ഇനി എക്സാലോജിക്കിന് മേൽ പുതിയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള SFIO കണ്ടെത്താൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ. ROC റിപ്പോർട്ട് ആരോപിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളുണ്ടോ, എന്താണ് അതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനം, എന്തെല്ലാമാണ് അതിന്റെ എല്ലാം തന്നെ വസ്തുത എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ വസ്തുതകളെല്ലാം തെളിയുന്നത് ഏപ്രിൽ 16 എന്ന് പറയുന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ആ ദിവസത്തിന് തൊട്ട് തലേ ദിവസമായിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷൻ തന്നെയാണ് ലക്ഷ്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം, പിണറായി അല്ലെങ്കിൽ CPIM-ന്റെ പതനം തന്നെയാണ് ലക്ഷ്യം.